നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസയിൽ ഗൾഫ് രാജ്യങ്ങൾ കൂട്ടത്തോടെ ഒരു തീരുമാനമെടുത്തിരുന്നു. 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ ഏകീകൃത ടൂറിസ്റ്റ് വിസ കൊണ്ടുവരുമെന്ന്. അധികം വൈകാതെ ഇത് പുറത്തിറക്കും എന്ന് അറിയിച്ചിരുന്നു. ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ അടുത്ത 2 വർഷത്തിനുള്ളിൽ പുറത്തിറക്കുമെന്നാണ് UAE ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മർരി ഇക്കാര്യം അറിയിച്ചത്. ഈ വിസ കൈവശമുള്ളവർക്ക് 6 രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ഓരോ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പ്രവാസികൾക്ക് പ്രത്യേകം വിസ എടുക്കേണ്ടി വരില്ല. ഒമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന GCC ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിലാണ് ഏകീകൃത ടൂറിസ്റ്റ് വിസയ്ക്ക് ഏകകണ്ഠമായി അംഗീകാരം ലഭിച്ചത്. ഇതിനുശേഷം ആദ്യമായാണ് UAE നിന്നും പ്രതികരണവുമായി മന്ത്രി എത്തുന്നത്. ഓരോ GCC രാജ്യത്തിന്റെയും ചില ആഭ്യന്തര കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. വിസ അനുവദിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപോലെയാണെങ്കിലും വേറെ ചില കാര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വിസ അനുവദിക്കുമ്പോൾ നിയന്ത്രണങ്ങളും നിയമനിർമ്മാണങ്ങളും ആവശ്യമാണ്. എമിറേറ്റ്സ് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 2024-നും 2025-നും ഇടയിലായിരിക്കും വിസ അനുവദിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ജോലിക്കല്ലാതെ രാജ്യം കാണാൻ ഇറങ്ങുന്നവർക്ക് ഈ വിസ ഗുണം ചെയ്യും. പുതിയ വിസ നൽകുന്നതിലൂടെ GCC രാജ്യങ്ങളിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കും. ഏകീകൃത ടൂറിസ്റ്റ് വിസയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. ഗൾഫ് മേഖലയിലുടനീളം സാമ്പത്തിക മുന്നേറ്റം ഇത് വളർത്തിയെടുക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എമിറേറ്റ്സ് ടൂറിസം കൗൺസിൽ തങ്ങളുടെ 7 എമിറേറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ടൂറിസ്റ്റ് റൂട്ട് UAE-ക്കുള്ളിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏകീകൃത ടൂറിസ്റ്റ് വിസ പൂർണ്ണമായും സജീവമാക്കുന്നതിലൂടെ അറേബ്യൻ ഗൾഫ് മേഖലയിലെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഒരു പുതിയ ടൂറിസം പദ്ധതി തയ്യാറാക്കും. അതിനുവേണ്ടിയുള്ള തന്ത്രപരമായ നീക്കം നടത്തും. GCC 2030 ടൂറിസം വലിയ ഗുണം എല്ലാ രാജ്യങ്ങൾക്കും ചെയ്യും. എല്ലാ GCC രാജ്യങ്ങളുടെയും GDP-യിൽ വലിയ വളർച്ച ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് UAE മന്ത്രി കൂട്ടിച്ചേർത്തു. UAE-യുടെ GDP-യിൽ ടൂറിസം മേഖലയുടെ നിലവിലെ സൂചിക 14% ആണ്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ടൂറിസം ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇത് 18% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.